സോൾവർക്സിലൊരു വർക്കാണ് ചെയ്യാൻ പോണേ. അപ്പോൾ സോൾവർക്സ് ഓപ്പൺ ആക്കുന്നു. സോൾവർക്സ് ഓപ്പൺ ആക്കുമ്പം പാർട്ട് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു വിൻഡോയിലോട്ട് എത്തും. ഫസ്റ്റ് നിങ്ങൾ അതിൽ ചെല്ലുമ്പോൾ തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ചെക്ക് ചെയ്യുക. നമ്മൾ വരയ്ക്കുന്നത് മില്ലിമീറ്ററിലായതുകൊണ്ട് തന്നെ നമ്മൾ മില്ലിമീറ്റർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗറിൽ പല ഓർത്തോഗണൽ വ്യൂസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നായിരിക്കണം ഡയമെൻഷൻസ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഓർത്തോഗണൽ വ്യൂവിൽ പ്ലാൻ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, എലിവേഷൻ ഉണ്ട്, ഫ്രണ്ട് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ ഉണ്ട്. ഇതൊരു ഫസ്റ്റ് ആംഗിൾ പൊസിഷനിലാണ് വരച്ചിട്ടേക്കുക. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും എളുപ്പം വരയ്ക്കാൻ പറ്റുന്നത് വേണം ആദ്യം വരച്ചിട്ട് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ 3D ഫിഗർ ആയിട്ടുള്ള ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഫിഗറിൽ ഏതാണ് എലിവേഷൻ വരച്ചിട്ട് നമുക്ക് 3D ഫിഗർ ആകുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര mm 36 mm, ഇത് 28 + 16 44 mm, ഈ ഒരു ലൈൻ വരെ. അപ്പോൾ അത് നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പം സോൾവർക്സ് എടുക്കണം. സ്കെച്ച് ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. ആ പ്ലെയിനിൽ എത്ര വരയ്ക്കണം? മേലിലോട്ട് 36 mm, റൈറ്റ് സൈഡിലോട്ട് 44 mm, ഇത് 60 mm, താഴോട്ട് 20 mm, റൈറ്റ് സൈഡിലോട്ട് 28 mm. ഇത് ക്ലോസ്ഡ് ഫിഗർ ആയാൽ മാത്രമേ ഇങ്ങനെ ഒരു ഷെയ്ഡ് കാണാവൂ. എന്നിട്ട് നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾ 3D ഫിഗർ ആക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രൂഡ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കും. ഇതിലെ ഫിഗർ നോക്കിയാൽ നമ്മൾ എക്സ്ട്രൂഡ് എമ്മിൽ എത്ര എമ്മിലാണ് ചെയ്യേണ്ടത്? 40 mm എക്സ്ട്രൂഡ് ചെയ്യണം. നമ്മളിവിടെ എക്സ്ട്രൂഡിൻ്റെ വാല്യൂ 40 mm കൊടുക്കുന്നു. ഇനി നമുക്കൊരു കർവ് സർക്കുലർ സ്ട്രക്ചർ ഉണ്ട്. അത് ഈ ബോട്ടം സൈഡിലാണ്. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് അതിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് നോക്കുക. ഡയമീറ്റർ 40 ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 20 mm ആണ്. അപ്പോൾ നമ്മൾ ഏത് ഫേസ് സെലക്ട് ചെയ്യണം? അതാണ്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. ഇനി ഇത് എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന് മേളിലോട്ടൊരു ലൈൻ വരയ്ക്കുക. ദാറ്റ് വിൽ ബി 20. ദെൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പോയിൻ്റ് ആർക്കുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഈ എൻഡ് പോയിൻ്റ്, ഈ എൻഡ് പോയിൻ്റ്, ഇത്. ഓക്കെ, ഈ ലൈനിൻ്റെ ആവശ്യമില്ല, നമ്മളത് ഡിലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എൻഡ് പോയിന്റിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫീച്ചേഴ്സിൽ പോവുക, എക്സ്ട്രൂഡ് ചെയ്യുക. എത്ര എമ്മിലാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്? 60 mm. ഇതിൻ്റെ ഡയറക്ഷൻ അപ്പർ സൈഡിലോട്ടായിരിക്കും. ഡയറക്ഷൻ ഓപ്പോസിറ്റ് സൈഡ് 60 mm നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യും. ഇനി നമ്മൾ ഫിഗർ നോക്കുമ്പം ഇവിടെ ഒരു സർക്കുലർ ഹോള് കെട്ടിയാണ്. അതും ഈ ഫേസ് തന്നെ. ഈ ഫേസ് സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ സർക്കിൾ വരയ്ക്കണം. സർക്കിളിൻ്റെ റേഡിയസ് എത്ര ആയിരിക്കും? ഡയമീറ്റർ 20 തന്നിട്ടുണ്ട്, ഇപ്പോൾ റേഡിയസ് 10. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മളിവിടെ കൊടുക്കണം. ഇവിടെ നമ്മൾ സർക്കുലർ ഹോൾ കട്ട് ചെയ്യുന്നുണ്ട്. എക്സ്ട്രൂഡ് കട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതും 60 mm തന്നെ എക്സ്ട്രൂഡ് കട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്കൊരു സെമി സർക്കുലർ കട്ടുണ്ട്. അത് എവിടെയാണ്? ഈ ഒരു ഫേസിലാണ്. അതിൻ്റെ റേഡിയസ് 8 mm, ഡയമീറ്റർ തന്നിട്ടുണ്ട് 16 mm. അപ്പോൾ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന് താഴോട്ടൊരു ലൈൻ വരച്ചിടുന്നു, 8 mm. ലെഫ്റ്റിലോട്ട് ലൈൻ വരച്ചിടുന്നു, 8 mm. റൈറ്റിലോട്ട് ലൈൻ വരച്ചിടുന്നു, 8 mm. ദെൻ 3 പോയിൻ്റ് ആർക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇത് എൻഡ് പോയിൻ്റ്, ഇതൊരു എൻഡ് പോയിൻ്റ്, ഇതൊരു എൻഡ് പോയിൻ്റ്. ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല, അത് ഡിലീറ്റ് കളയുന്നു. ഫീച്ചേഴ്സിൽ പോകുന്നു. ഇവിടെ കട്ടായത് കൊണ്ട് തന്നെ, സെമി സർക്കിൾ കട്ടായത് കൊണ്ട് തന്നെ എക്സ്ട്രൂഡ് കട്ട് കൊടുക്കണം. അതും 60 mm തന്നെ
ഇതാണ് നമ്മുടെ 3D ഫിഗർ. ഇതാണ് നമുക്ക് ഫൈനലി വരച്ചു വേണ്ടത്. ഓക്കെ.